ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് അറിയുമോ നിങ്ങൾക്ക്? ഗോൾഡൻ റൂൾ ഓഫ് ലേണിംഗ് നമ്പർ 1, ഫസ്റ്റ് ലേണിംഗ് ഈസ് നോട്ട് കൗണ്ട്. ആദ്യത്തെ പ്രാവശ്യം പഠിച്ചതൊന്നും തന്നെ കൗണ്ട് ചെയ്യേണ്ടതില്ല. വീണ്ടും വീണ്ടും പഠിക്കപ്പെടുമ്പോഴാണ് തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഹ്യൂമാക്സിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞ ശനിയാഴ്ച കഴിഞ്ഞതിന് ശേഷം ഇന്ന് വീണ്ടും ഞാൻ ആ ബുക്കുകൾ ഒന്നുകൂടി എടുത്തു നോക്കാൻ തീരുമാനിച്ചു. എന്തൊക്കെയായിരുന്നു അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, എന്തൊക്കെ കാര്യങ്ങളായിരുന്നു എന്നെ സ്വാധീനിച്ചത്. ആദ്യത്തെ സെഷൻ തന്നെ ഫറൂഖ് സെൻസിയുടേതായിരുന്നു. സെൻസിയുടെ ഒരു അമേസിങ് സെഷൻ തന്നെയായിരുന്നു. അതിലെനിക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ച ആദ്യത്തെ പോർഷൻ നമ്മൾ ആരാണ് എന്ന് മനസ്സിലാക്കുക. ഹൂ ആർ യു എന്ന ചോദ്യം എന്തായിരിക്കണം? നാം ആരാണ്? നമ്മളൊരു സ്ലീപ്പറാണോ, അതല്ലെങ്കിൽ ഒരു ഡ്രീമറാണോ, ഒരു സ്റ്റാർട്ടറാണോ, അതല്ലെങ്കിൽ ഒരു ഫിനിഷറാണോ എന്ന ചോദ്യമായത്. അതുകൊണ്ട് തന്നെ ഇന്ന് വീണ്ടും ആ ബുക്കുകളൊന്ന് നോക്കുവാൻ തീരുമാനിച്ചപ്പോൾ ആദ്യത്തെ പേജിൽ തന്നെ കണ്ട ആ വാക്കുകൾ ഒന്ന് സഞ്ചരിക്കാൻ നിന്ന് തീരുമാനിച്ചു. അവിടെ നോക്കുമ്പോൾ എൻ്റെ യഥാർത്ഥത്തിലുള്ള ഞാൻ ആര് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്തുവാനുള്ള ശ്രമങ്ങളാണ് ഞാൻ കണ്ടത്. ആരാണ്? ഒരു സ്റ്റാർട്ടറാണോ, അതല്ലെങ്കിൽ ഒരു ഡ്രീമറാണോ, അതല്ലെങ്കിൽ ഒരു ഫിനിഷറാണോ, അല്ലെങ്കിൽ ഒരു സ്ലീപ്പറാണോ? എവിടെ നിൽക്കുന്നു നാം ഓരോരുത്തരും? പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം പലരും തന്നെ ആ ബുക്കുകൾ അല്ലെങ്കിൽ ആ നോട്ട്സുകൾ എന്തൊക്കെ ചെയ്തതെന്ന് നമുക്കറിയില്ല. പലപ്പോഴും പല പബ്ലിക് പ്രോഗ്രാമിൽ നാം പങ്കെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് പലതും നാം നോട്ട് ചെയ്യപ്പെടും. പക്ഷേ അതെല്ലാം തന്നെ അവിടെ തന്നെ ഉപേക്ഷിക്കുക, അതല്ലെങ്കിൽ 1-2 ദിവസങ്ങൾ ശേഷം അതിൽ നിന്നും അതെല്ലാം തന്നെ നമ്മളിൽ നഷ്ടപ്പെട്ടിരിക്കും. എത്ര പേരുണ്ടായിരുന്നു അവിടെ ഒരു നോട്ട് ബുക്കുമായി വന്നവർ? അവിടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് നോട്ട് പാഡും അതോടൊപ്പം തന്നെ പെന്നും എല്ലാം തന്നെ നമുക്ക് ലഭിച്ചിരുന്നു. എങ്കിൽ പോലും സ്വന്തമായി നോട്ട് ബുക്കുമായി വന്ന എത്ര പേരുണ്ടായിരുന്നു അവിടെ? ഓഡിയൻസിനോടായിരുന്നു എൻ്റെ ചോദ്യം. ഇഫ് യു ആർ നോട്ട് ഇൻവെസ്റ്റഡ് വിൽ നോട്ട് ഇൻട്രസ്റ്റ്. നാം എന്തിലേക്കാണോ ഇൻവെസ്റ്റ് ചെയ്യാത്തത് അതിലൊന്നും തന്നെ നമുക്ക് താല്പര്യവും ഉണ്ടായിരിക്കില്ല എന്നാണ്. പലപ്പോഴും നാം എഴുതി വെക്കുന്ന ആ നോട്ട്സുകൾ പിൽക്കാലത്ത് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടാൻ സാധ്യതയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നാം മറിച്ച് നോക്കുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഒരുപാട് നോളജുകളുണ്ട്. ഒരു പക്ഷേ ആ സമയത്ത് ആ പ്രോഗ്രാമിൽ പോലും നമുക്ക് ലഭ്യമല്ലാത്ത ഇൻസൈറ്റുകൾ 2ാമതും 3ാമതും 4ാമതും നാം ആ പേപ്പറുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ലഭ്യമാവാറുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് വീണ്ടും ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള അതിൽ നിന്നും കിട്ടിയ ഇൻസൈറ്റുകളെക്കുറിച്ച് ഒന്ന് നോക്കാമെന്ന് കരുതിയപ്പോൾ ആദ്യം കണ്ട ആ ഒരു ചോദ്യം സെൻസിയുടെ ഹൂ ആർ യു? ബി എ ഫിനിഷർ, മേക്ക് ഇറ്റ് ഹാപ്പൻ. ഇവിടെയായിരുന്നു ആ സെഷൻ അവസാനിച്ചത്, ആദ്യത്തെ സെഷൻ. താങ്ക് യു സെൻസി, താങ്ക് യു റിയാസ്, താങ്ക് യു ഹ്യൂമാക്സ് ടീം, താങ്ക് യു വെരി മച്ച്.